learning Akhilamis ആണ്. So exploring mixtures and their separation എന്ന് പറയുന്ന നമ്മുടെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ. ഇതിനകത്ത് ആദ്യം തന്നെ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് മിക്സ്ചേഴ്സ് ആയിരുന്നു. അതിൽ തന്നെ ആദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചർ ആണ്. അപ്പൊ ഈ ഒരു കാര്യം സെറ്റ് ആയാൽ മാത്രമേ ഇതിന്റെ അവസാനം വരെ ഈവൻ സെപ്പറേഷൻ മെത്തേഡ്സ് പഠിക്കുന്ന ടൈം വരെ നമുക്ക് ഇവരെ ആവശ്യമുണ്ട്. സോ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒറ്റ വേർഡിൽ അല്ലെങ്കിൽ ഒറ്റ സെന്റൻസിൽ നമ്മൾ പറയുവാണെങ്കിൽ യൂണിഫോം കോമ്പോസിഷൻ ത്രൂ ഔട്ട് ആയിട്ട് ഒരു മിക്സ്ചറിനകത്ത് യൂണിഫോം കോമ്പോസിഷൻ ആണെങ്കിൽ നമുക്കതിനെ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയാൻ പറ്റും അല്ലെ. ഹോമോ എന്ന് പറയുമ്പോൾ സെയിം എന്ന് പറയുന്ന ഒരു മീനിങ് നമ്മൾ കൊടുത്താൽ മതി. ഇപ്പൊ സോൾട്ട് സൊല്യൂഷൻ ആയിക്കോട്ടെ, ഷുഗർ സൊല്യൂഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ഹോമോജീനിയസ് മിക്സ്ചറിന് എക്സാമ്പിൾ ആണ്. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. സോൾട്ട് സൊല്യൂഷൻ എടുത്തിട്ട് നമ്മൾ അതിന്റെ ഏത് ഭാഗത്ത് നിന്ന് അല്ലെ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ത്രൂ ഔട്ട് അതിന് സെയിം കോമ്പോസിഷൻ ആണ് ഉണ്ടാവുക. എന്നാൽ നേരെ മറിച്ച് ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന് നോൺ യൂണിഫോം കോമ്പോസിഷൻ ആണ് ഉണ്ടാവുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഓയിലും വാട്ടറും കൂടെ നമ്മൾ മിക്സ് ചെയ്തു. ഓയിൽ വേറൊരു ലെയർ ആയിട്ട് വാട്ടർ വേറൊരു ലെയർ ആയിട്ട് നിൽക്കും അല്ലെ. നമുക്ക് കൃത്യമായിട്ട് വിസിബിൾ ആയിട്ടുള്ള ഒരു ബൗണ്ടറി നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിന്റെ ഓരോ പാർട്ടിന്നും ഓരോ സാമ്പിൾ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള കോമ്പോസിഷൻ ഈക്വൽ ആയിരിക്കും ഓയിലിന്റെയും വാട്ടറിന്റെയും. ഒരിക്കലും അല്ല അല്ലെ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ ഹെട്രോജീനിയസ് ഡിഫറെന്റ് എന്നുള്ള ഒരു മീനിങ്ങിൽ ഹെട്രോജീനിയസ് മിക്സർ എന്ന് വിളിക്കുന്നത്. സോ മഡി വാട്ടർ ആയിക്കോട്ടെ, ഓയിൽ ആൻഡ് വാട്ടർ ആയിക്കോട്ടെ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇതെല്ലാം നമ്മുടെ ഹെട്രോജീനിയസ് മിക്സറിന് എക്സാമ്പിൾ ആണെന്ന് ഓർത്ത് വെക്കുക. സോ ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് അല്ലെ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മിസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എയർ ഈസ് ഡാഷ് പ്യുവർ സബ്സ്റ്റൻസ്, കോമ്പൗണ്ട്, ഹോമോജീനിയസ് ഓർ ഹെട്രോജീനിയസ്. ഇതിന്റെ ആൻസർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതാ നമ്മുടെ നിഞ്ച ബാച്ചിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജോയിൻ ചെയ്യാത്ത ആളുകൾ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട്, ഫോൺ നമ്പർ ഒക്കെ ഉണ്ട്, വിളിച്ച് ചോദിക്കുക. പറ്റാവുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലാൻ ചൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് ബാച്ചിൽ പഠിക്കാടാ. വീണ്ടും കാണാം. ബൈ.